ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നും ജസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നത്. സൂക്ഷ്മദർശിനി സിനിമ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ബേസിൽ ജോസഫ് പറയുന്നുണ്ടല്ലോ, അമ്മ പറഞ്ഞോളൂ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന്. ഈ അമ്മ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ആ മോന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അമ്മേനെ അത്രയും വിശ്വാസമാണ്, അമ്മേനെ ഭയങ്കര അനുസരണയാണ്. ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയല്ല അമ്മ, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ആൺകുട്ടിയൊക്കെ സത്യമായിട്ട് പറയാണ്, ഞാൻ ആൺകുട്ടികളെ കുറ്റം പറയല്ല. ശരിക്കും ആ സ്കില്ലില്ല. അതുകൊണ്ടാണ് അമ്മായിമ്മമാരുകൊണ്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവൻ ചെറിയൊരു ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും വരെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതുപോലും സോൾവ് ചെയ്യാൻ മക്കൾക്ക് കഴിയാത്തത് ആ ഒരു സ്കില്ല് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിലൊരു മെയിൻ പോയിന്റ് ട്രസ്റ്റിംഗ് ആണ്. ശരിക്കും ഞാനിപ്പോൾ അടുത്ത് നടന്നൊരു കാര്യം പറയാം. നോർമലി ഈ ഉമ്മമാര് അല്ലെ അമ്മമാര് പറയുന്നത് കേട്ടിട്ട് മക്കള് അതേപോലെ അനുസരിക്കും. അതിൻ്റെ പേരിൽ ഡിവോഴ്സായ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ആ ഒരു സ്റ്റോറി ഓർമ്മ എന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എക്സാമ്പിൾ അതിലൊരു സ്റ്റോറിയാണ്, തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ കഴിയണം. ഒരു ഉമ്മ നേർവഴിക്ക് നടക്കുന്ന ഒരു ഉമ്മയല്ല. സോ എന്നിട്ട് കൂടെ ആ മകൻ ഉമ്മയെ സപ്പോർട്ട് ചെയ്യാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഓരോ വട്ടം സപ്പോർട്ട് ചെയ്യുമ്പോഴും അത് അവർക്ക് തെറ്റ് പിന്നെയും ചെയ്യാനുള്ള ഒരു സ്പേസ് തുറന്നു കിട്ടുകയാണ്, ധൈര്യം കിട്ടുകയാണ്. പിന്നെ പല തെറ്റുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് കണ്ണടച്ച് ഇരുട്ടാക്കി വെച്ചിട്ട് ലോകം മൊത്തം ഇരുട്ടിലാന്ന് വിചാരിക്കരുത്.